ഹലോ ഗൈസ്, പുതിയൊരു സ്വാഗതം. ഇന്നത്തെ വീഡിയോ സംസാരിക്കാനായിട്ട് പോകുന്നത് PI നെറ്റ്വർക്ക് മൈനിങ് ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഈ ഒരു മൈനിങ് ആപ്ലിക്കേഷനെ കുറിച്ചൊക്കെ മുന്നേ തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ എല്ലാവരും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കിയ ഒരു മൈനിങ് ആപ്ലിക്കേഷൻ ആയിരുന്നു. ഇനിയും ഈ ഒരു മൈനിങ് ആപ്ലിക്കേഷനിൽ ജോയിൻ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള ഒരു കാരണം എന്നുള്ളത് മാർച്ച് 14 മുന്നേ തന്നെ എല്ലാവരും KYC കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇനി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിലും ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തവരാണെങ്കിലും ശരി, നിങ്ങളുടെ KYC കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടോക്കൺ ചിലപ്പോൾ ബേൺ ആയിട്ട് പോകാൻ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിരുന്നു. അവരുടെ പുതിയ അപ്ഡേഷൻ പ്രകാരം മാർച്ച് 14 8 മണിക്ക് ശേഷം ആണ് നിങ്ങളുടെ ടോക്കൺ ഓൾറെഡി നിങ്ങൾ മൈൻ ചെയ്തിട്ടുള്ള ടോക്കൺ മൈഗ്രേഷൻ ആവാത്ത ടോക്കണുകളൊക്കെ ഓൾറെഡി ഈ ഒരു 8 മണിക്ക് ശേഷം മൈഗ്രേഷൻ ആവും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് മുന്നേ തന്നെ നിങ്ങൾ KYC കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് അർജൻറ്റായിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത്. സോ ഇന്നത്തെ കണ്ടന്റിലോട്ട് കിടക്കുന്നതിന് മുന്നേ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോക്ക് മിനിമം ഒരു 50 ലൈക്കിങ്ങിന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. എൻ്റെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകളും അവിടെ നിന്ന് ചർച്ച ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഇന്നത്തെ ഈ ഒരു കണ്ടന്റിലോട്ട് പോകാം. PI മൈനിങ്ങിൻ്റെ ആപ്ലിക്കേഷനാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ആപ്ലിക്കേഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു വർക്കും തന്നെ നിങ്ങൾ ഇതിൽ ചെയ്യേണ്ട ആവശ്യമില്ല. 24 ഹവർ നിങ്ങൾക്ക് മൈനിങ് തുടർച്ചയായിട്ട് നടക്കും. അതിനുശേഷം ജസ്റ്റ് ഒരു സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേണ്ടി മൈനിങ് സ്റ്റാർട്ടാവും. ഈ ഒരു പ്രോസസ്സിംഗ് ആണ് മൈനിങ് ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. സോ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ കയറി പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് മൈനിങ് സ്റ്റാർട്ട് ചെയ്യുക. മൈനിങ് സ്റ്റാർട്ട് ചെയ്തവരാണ് എങ്കിൽ പോലും KYC കംപ്ലീറ്റ് ചെയ്യാൻ മറക്കരുത്. നിലവിൽ PI കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് $1.7 ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓൾറെഡി $3.4 വരെ ഇതിന് ട്രേഡിംഗ് മാർജിൻ വന്നൊരു ടോക്കണാണ്. മാത്രമല്ല ബൈനാൻസിൽ ലിസ്റ്റിംഗ് അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബൈനാൻസിൽ ലിസ്റ്റ് ആയ ഉടനെ തന്നെ ഒരു $10 നമുക്ക് ഉറപ്പായിട്ടും പോകാൻ സാധ്യതയുള്ളൊരു ടോക്കണാണ്. സോ നിങ്ങൾക്കൊരു 100 കോയിൻ മാത്രം മൈൻ ചെയ്തെടുത്താൽ തന്നെ ഏകദേശം ഒരു $1000 വാല്യൂ പെട്ടെന്ന് തന്നെ കിട്ടാൻ ചാൻസ് ഉള്ളൊരു മൈനിങ് ആപ്ലിക്കേഷനാണ്. സോ നമുക്ക് ഇന്നത്തെ മെയിൻ കാര്യങ്ങളിലോട്ട് കടക്കാം. നിങ്ങളുടെ ടോക്കൺ മൈഗ്രേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ മാർച്ച് 14 മുന്നേ തന്നെ KYC കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. KYC കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നിങ്ങൾ PI ബ്രൗസർ എന്ന ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ PI നെറ്റ്വർക്കിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുള്ള അതേ ഒരു രീതിയിൽ, സോ നിങ്ങൾ മൊബൈൽ നമ്പർ ആണോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയാണോ ലോഗിൻ ചെയ്തത്, ആ ഒരു മെത്തേഡ് വഴി തന്നെ എന്ത് ചെയ്യുക, PI ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പേജാണ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നത്. ഇത് നിങ്ങൾ 2 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഒന്ന് വാലറ്റ് ഓപ്പൺ ചെയ്യണം, അതുപോലെ തന്നെ KYC കംപ്ലീറ്റ് ചെയ്യണം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വാലറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ അൺലോക്ക് PI വാലറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഓൾറെഡി ഞാൻ വാലറ്റ് ക്രിയേറ്റ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാവും വന്നിട്ടുണ്ടാവുക. ക്രിയേറ്റ് ന്യൂ അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു 24 വേർഡ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓൾറെഡി നമ്മൾ മെറ്റാമാസ്കും ട്രസ്റ്റ് വാലറ്റൊക്കെ ഓപ്പൺ ചെയ്യുന്ന ഒരു സീഡ് പേജ് പോലെ തന്നെയാണ്. ഈ ഒരു സീഡ് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്യണം. കാരണം ഇത് മിസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ ടോക്കൺസും ഒക്കെ തന്നെ നിങ്ങൾക്ക് മിസ്സാവും. അതുകൊണ്ട് നിങ്ങളൊരു വെരിഫൈഡ് ആയിട്ടുള്ള എവിടെയെങ്കിലും ഇത് പേസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ വാലറ്റ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ഓൾറെഡി എൻ്റെ ബാലൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എടുക്കുന്നത്. മൈഗ്രേഷൻ ആയതിനു ശേഷമാണ് ഈ ഒരു വാലറ്റിലോട്ട് നിങ്ങളുടെ എമൗണ്ട് ട്രാൻസ്ഫർ ആവുന്നത്. കുറേ ആളുകൾ ഇങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു, KYC കംപ്ലീറ്റ് ആയിട്ടുണ്ട് പക്ഷേ വാലറ്റിൽ ടോക്കൺ ഒന്നും കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ മൈഗ്രേഷന് ശേഷമാണ് വാലറ്റിലോട്ട് നിങ്ങളുടെ ടോക്കൺ ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഇനി നിങ്ങൾ ചെയ്യാനുള്ളത് താഴത്തുള്ള KYC എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഞാൻ ഓൾറെഡി KYC കംപ്ലീറ്റ് ചെയ്തത് കൊണ്ട് വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. KYC എൻ്റെത് പാസ്ഡ് ആണ്, അതായത് KYC കംപ്ലീറ്റഡ് ആണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ്, അതായത് KYC കംപ്ലീറ്റഡ് ആയവരുടെ പേജ് ഇങ്ങനെ ആവും കാണിക്കുക. KYC ഇങ്ങനെ കംപ്ലീറ്റഡ് നിങ്ങളുടെ പേജ് ഇങ്ങനെ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ KYC കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ദിവസം കൂടെ ഇനി ബാലൻസ് ഉള്ളൂ. മാർച്ച് 14 മുന്നേ തന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അതുകൊണ്ട് KYCൻ്റെ പേജ് നിങ്ങൾ മസ്റ്റായിട്ടും ചെക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു പേജിൽ KYC പാസ്ഡ് എന്ന് കാണിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. KYC ചെയ്യുന്ന സമയത്ത് എൻ്റെ ആ ഒരു പേജ് ഞാൻ
റെക്കോർഡ് ചെയ്യാൻ മറന്നു. അതുകൊണ്ട് തന്നെ KYCൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. സോ എനിക്ക് ഓർമ്മയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്തെല്ലാമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. ഫസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത് ജോയിൻ PI മൈനിങ് ആപ്ലിക്കേഷനാണ്. അതായത് നിങ്ങളുടെ PI നെറ്റ്വർക്ക് എന്ന ആ ഒരു മൈനിങ് ആപ്ലിക്കേഷനിൽ നിങ്ങൾ ജോയിൻ ആവണം എന്നുള്ളതാണ്. രണ്ടാമത് ക്രിയേറ്റ് വാലറ്റ് ആണ്. നിങ്ങളൊരു പുതിയ വാലറ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഈ 2 കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തെ കാര്യം അവർ പറഞ്ഞത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ ഡീറ്റെയിൽഡ് സബ്മിറ്റ് ചെയ്യണം. അതായത് നമ്മുടെ നെയിം, അഡ്രസ്സ്, പിൻകോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം. നാലാമതായി പറഞ്ഞിട്ടുള്ളത് പിക്ക് അപ്ലോഡ് ചെയ്യണം. നിങ്ങളുടെ ആധാർ കാർഡ് വെച്ചിട്ട് നിങ്ങളുടെ പിക്ക് അപ്ലോഡ് ചെയ്യണം. അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. പിന്നെയുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത് വെരിഫൈ യുവർ ഫേസ്ബുക്ക് ഓർ നമ്പർ എന്നുള്ളതാണ്. നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യണം. ഒന്നെങ്കിൽ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം, അതല്ലാതെ നിങ്ങളുടെ ഫേസ്ബുക്ക് ID വെച്ചിട്ടും വെരിഫൈ ചെയ്യാം. മൊബൈൽ നമ്പർ വെച്ചിട്ട് ഇന്ത്യയിലുള്ള ഒരു വ്യക്തിക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊക്കെ ഫേസ്ബുക്ക് വെച്ചിട്ടാണ് വെരിഫൈ ചെയ്തത്. നിങ്ങൾക്കും ഫേസ്ബുക്ക് വെച്ചിട്ട് സിമ്പിളായിട്ട് തന്നെ വെരിഫൈ ചെയ്യാൻ പറ്റും. അടുത്തൊരു സംഭവം പറയുന്നത് വീഡിയോ വെരിഫിക്കേഷൻ ആണ്. ജസ്റ്റ് ഒരു 30 സെക്കൻഡിൻ്റെ ഒരു വീഡിയോ വെരിഫിക്കേഷൻ ഉണ്ടാവും. ജസ്റ്റ് റൈറ്റിലോട്ട് തിരിക്കുക, ലെഫ്റ്റിലോട്ട് തിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നോർമലി എക്സ്ചേഞ്ചുകളിലൊക്കെ KYC നമ്മൾ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് കാര്യം പറയുന്നത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നിങ്ങളുടെ ടോക്കൺ നിശ്ചിത കാലത്തേക്ക് ലോക്ക് ചെയ്യണം എന്നുള്ളതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 3 ഇയർ വരെ ലോക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ മൈനിങ് സ്പീഡ് ഫാസ്റ്റ് ആകും എന്നുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ലോ നിങ്ങൾക്ക് 14 ദിവസത്തേക്ക് സ്റ്റേക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും ലോങ് ആയിട്ട് 3 ഇയറിനും നിങ്ങൾക്ക് സ്റ്റേക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ സ്റ്റേക്കിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതായത് KYC പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ആയിട്ട് വരും. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർഡർ പ്രകാരമല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് ഓർമ്മയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതിന് ശേഷം അവസാനമാണ് വീഡിയോ വെരിഫിക്കേഷൻ വരുന്നത്. വീഡിയോ വെരിഫിക്കേഷന് ശേഷമാണ്, അത് പാസ്സായതിനു ശേഷമാണ് ഇങ്ങനെ KYC പാസ്വേഡ് എന്നുള്ള പേജ് ഓപ്പൺ ആയിട്ട് വരുന്നത്. സോ നിങ്ങൾക്ക് ഒരു 9ഓളം കാര്യങ്ങളാണ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ 8ഓളം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുത്ത് കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞാലാണ് 9ാമത്തെ കാര്യം അവർ പറഞ്ഞത് ടോക്കൺ മൈഗ്രേഷൻ ആണ്. അതായത് ഇങ്ങനെ ഒരു 8ഓളം കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. KYC പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് വരും. 9ാമത്തെ കാര്യം അവർ പറഞ്ഞിട്ടുള്ളത് മൈഗ്രേഷൻ ആണ്. അത് കമ്പനി തന്നെ മൈഗ്രേറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതുകൊണ്ട് നിങ്ങൾ അതിലോട്ട് നോക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ KYC കംപ്ലീറ്റ് ആക്കിയാൽ തന്നെ മതി. ബാക്കി 9ാമത്തെ കാര്യം ഈ ഒരു മാർച്ച് 14 ശേഷം അവർ ടോക്കൺ മൈഗ്രേഷൻ ആവും എന്നുള്ള കാര്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ മൈൻ ചെയ്ത ടോക്കണുകളൊക്കെ മൈഗ്രേഷൻ ചെയ്തതിന് ശേഷം, ഓട്ടോമാറ്റിക്കലി മൈഗ്രേഷൻ ആയതിനു ശേഷമാണ് നിങ്ങളുടെ വാലറ്റിൽ ആഡ് ആവുന്നത്. അതിന് ശേഷമാണ് നിങ്ങൾക്ക് സെല്ല് ചെയ്യാനും അതുപോലെ തന്നെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ പറ്റുന്നത്. സോ നിങ്ങൾക്ക് PI ടോക്കൺ ഇപ്പോൾ നിലവിൽ വാങ്ങി വെക്കാൻ താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ചിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങി വെക്കാവുന്നതാണ്. കാരണം സിമ്പിളായിട്ടുള്ള ഒരു റേറ്റിനത് ഇപ്പോൾ കിട്ടുന്നുണ്ട്. നല്ലൊരു ക്വാണ്ടിറ്റി വാങ്ങിയാൽ തന്നെ നല്ലൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്ത് ഡൗട്ടുകളുണ്ട് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു സമയമായിട്ട് കാണാം.